വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ രണ്ടാമത് ചോദിക്കാമെന്ന് വിഷയം അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട വിജയാനന്ദ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുണ്ടെങ്കിൽ എഴുന്നേറ്റുകൾ നൽകുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ പഞ്ചായത്ത് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് വേണ്ടത്. അവിടുന്നാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുക. അങ്ങനെ ഡോക്ടർമാരെല്ലാം ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നടന്ന എല്ലാ സെഷനും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരിക്കും. പക്ഷെ ചെറിയൊരു അപാകത എനിക്ക് തോന്നിയത് ഓരോരാളും വളരെ വിലയിരുത്തി കാര്യങ്ങൾ സംസാരിച്ചു. നമുക്ക് അതിലോട്ട് ഓരോ സംശയങ്ങൾ ചോദിക്കേണ്ട അവസരം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഏതായാലും ഇപ്പോഴും ചെറിയ അവസരം തന്നപ്പോൾ ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് വിജയാനന്ദ സാറിന് ശ്രദ്ധമാത്രം ഞാൻ ക്ഷണിക്കുന്നു. സാറിനെ 2004 മുതൽ അറിയുന്നൊരു വ്യക്തിയാണ് ഞാൻ. സാറിന് ചിലപ്പോൾ എന്നെ അറിയില്ല, ഓർമ്മയുണ്ടാവുമെന്ന് എനിക്കറിയില്ല. സാർ അന്ന് സ്വയംഭരണ സെക്രട്ടറി ആയിരുന്നു. സാറിൻ്റെ ക്യാബിനിൽ ഞാൻ വന്ന് സാറിന് അപ്ലിക്കേഷൻ തരികയും സാർ അത് പഠിച്ച് അനുഭാവപൂർവ്വം പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് അന്ന് സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ നമ്മളിലെ ഒരു വളണ്ടിയറിനേക്കാളും കൂടുതൽ വളരെ ആഴത്തിൽ ആ വിഷയം പഠിച്ച ഒരു വ്യക്തിയാണ് വിജയാനന്ദ സാർ. അതുകൊണ്ട് തന്നെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പാലിയേറ്റീവ് നയരൂപീകരണത്തിലും അവിടെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സാറിൻ്റെ വളരെയധികം പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ 23 നമ്മൾ വീണ്ടും അതിൻ്റെ പ്ലാൻ ഉണ്ടാക്കി 25 ഇപ്പോൾ നമ്മൾ നടപ്പാക്കാൻ പോകുന്നു. അത് വേഗം കൂട്ടാൻ സാറ് വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ സർക്കാരിന് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിലൊക്കെ ഇപ്പം നമ്മൾ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ്. ഈ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിൽ ഒരു ഉത്തരവാദപ്പെട്ട ആൻസറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ചുമതല കൊടുക്കണമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ അവിടെ തള്ളി പോകുന്ന ഒരവസ്ഥയാണ്. കാരണങ്ങൾ പലതാവാം, ഞാനത് കുറ്റം പറയുകയല്ല.